ഗ്യാസും ലാഭം പണിയും എളുപ്പം. കുക്കറിൽ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. പിന്നെ എന്നും ഇതുപോലെ ഉണ്ടാക്കൂ. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ നല്ലൊരു ചിക്കൻ ദം ബിരിയാണി റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ 2 തക്കാളി, 4 സവാള എടുക്കുമ്പോൾ 2 തക്കാളിയാണ് എടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. 10 അല്ലി വെളുത്തുള്ളിയും 15 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ഇപ്പോൾ 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. പിന്നീടും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഗീ, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാളയും തക്കാളിയൊന്നും വഴറ്റുന്നൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് മസാല പെരക്കിയിട്ടാണ് എടുത്തത്. ഇങ്ങനെ മസാല പെരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ മസാലയൊന്നും പെരക്കാണ്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. മിക്സ് ചെയ്തിട്ട് ഒരുപാട് ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബിരിയാണി മസാല കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് പെരക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ മസാല ചിക്കനിലേക്ക് പെരക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചിക്കന് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഓരോ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിക്കുക. ഈ ചിക്കന് അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് 2 വിസിൽ വന്നാൽ മതി. അപ്പോൾ ഇത് അവിടുന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഓയിലും ഗീയും നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ഏലക്കായി, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പട്ടയും ഗ്രാമ്പൂ ഏലക്കായും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് വഴറ്റി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് ആ 1 കപ്പിന് 2 കപ്പ് എന്ന അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കപ്പിന് 1 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നിക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളക്കുന്ന സമയത്തെ അരി ഇട്ട് കൊടുക്കാവൂ. 1 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത അരിയാണിത്. അതിട്ട് കൊടുക്കാം. ഒന്നിക്കിൽ നമുക്കിതുപോലെ വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ട് റെഡിയാക്കാം, അല്ലെങ്കിൽ നമുക്ക് അരി വറുത്തിട്ടും ചോറ് റെഡിയാക്കാം. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് ഈ വെള്ളം വറ്റിക്കണം. അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഈ ഒരു വെള്ളം വറ്റിക്കുക. നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിത് അടച്ച് വെക്കുന്നത്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം ഇതുപോലെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.
എന്നിട്ട് മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 6-7 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മസാല എന്തായി നോക്കാം. 2 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടേനു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കനും അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒരുപാട് വേവ് കൂടിയിട്ടില്ല, വേവ് കുറഞ്ഞിട്ടില്ല. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ച് ദം ചെയ്യുമ്പോഴൊക്കെ ചിക്കൻ്റെ കറക്റ്റ് വേവായിക്കോളും. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലെ ഗ്രേവി കുറച്ചൊന്ന് വറ്റിക്കണം. ഇതിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് വറ്റിക്കണം. ഒരു 5-6 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് വറ്റി വന്നോളും. പിന്നെ വറ്റാനായിട്ട് വെച്ചാൽ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. ഗ്രേവി ഇതുപോലെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റെല്ലാം കഴിയുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മല്ലി കൂടുതൽ എടുക്കുക, പുതിന കുറച്ചെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ്, ഉപ്പ് അങ്ങനെയൊക്കെ. എരിവ് കുറച്ച് കുറവുണ്ട്, അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ബിരിയാണിയൊക്കെ അത്യാവശ്യം എരിവ് വേണം, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ചോറ് നോക്കാം. ചോറ് നമ്മൾ ചെറിയ തീയിൽ വേവാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വേവ് കൂടിയിട്ടുമില്ല, വേവ് കുറഞ്ഞിട്ടുമില്ല, കറക്റ്റാണ്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചോറ് മസാലയിലേക്ക് ഇട്ടിട്ട് ദം ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഈ ചോറിൽ നിന്നും പകുതിയോളം ചോറിട്ട് കൊടുക്കുക. പകുതിയോളം ചോറ് ഇട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വീണ്ടും ഇതുപോലെ ലെവലാക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലി പുതിനയില ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി കുക്കർ ദം ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടും. പിന്നെ ദം ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഊരി മാറ്റുക, അത് മറക്കരുത്. ബിരിയാണി ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു മണമാണ്, നല്ലൊരു അടിപൊളി ബിരിയാണീൻ്റെ മണമാണ് ഈ ഒരു ബിരിയാണിക്ക്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അടിപൊളി ബിരിയാണിയാണെന്ന്. ഒന്നും പറയാനില്ല, അടിപൊളി ബിരിയാണിയാണ്. അതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി കൂടിയാണ്. നിങ്ങൾ ഒരിക്കൽ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അധികവും ഈ ബിരിയാണിയെ ഉണ്ടാക്കൂ. അത്രയും ഈസിയാണ്, അത്രയും ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.